ഹായ്. ഇന്ന് നമുക്കറിയാം കാലഘട്ടം ഒരുപാട് മാറി. വളരെ ബിസി ഷെഡ്യൂളിൽ പോകുന്ന ഒരു ലൈഫാണ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഭക്ഷണ രീതി. അധിക സമയത്തും ജങ്ക് ഫുഡ്സുകളാവാം, ഫാസ്റ്റ് ഫുഡ്സുകളാവാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് പകരം കഴിക്കുന്നത് എന്തെങ്കിലും ചിപ്സോ സ്നാക്സോ എന്തെങ്കിലും ആവാം. അത്രയും തിരക്കിട്ട ഒരു ജീവിത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ഭാവി, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ലൈഫ് എങ്ങനെയെന്ന് നിയന്ത്രിക്കുന്നത്. നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ ആരോഗ്യമായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് ആരോഗ്യം ഫിസിക്കലി മാത്രമല്ല, മാനസികമായിട്ടും നല്ല രീതിയിൽ നിൽക്കണമെങ്കിൽ അതിൻ്റെ വലിയൊരു പങ്ക്, വലിയൊരു സ്വാധീനം ഈ ഒരു ഭക്ഷണത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നല്ല കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ ശീലങ്ങൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് തുടങ്ങാം. അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതലായിട്ടും നാച്ചുറൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ പ്രോസസ്സഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺനാച്ചുറൽ ആയിട്ടുള്ള കെമിക്കൽസും കളറൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുന്നതിന് പകരം നാച്ചുറൽ ആയിട്ടുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് കഴിക്കാം, വെജിറ്റബിൾസ് കഴിക്കാം, ഗ്രെയിൻസ് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം, പ്രോട്ടീൻസ്, ഇത്തരം നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമിതമായിട്ടുള്ള ഫാറ്റും അതുപോലെ തന്നെ പല സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റ് ഫുഡുകൾ, പാക്ക്ഡ് ഫുഡുകൾ, സ്നാക്സുകൾ, ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് ഒഴിവാക്കണം. അനാവശ്യമായിട്ടുള്ള ഷുഗർ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും, സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും, പല കെമിക്കൽസും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഇത്തരം പ്രോസസ്ഡ് ഫുഡുകൾ പരമാവധി നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾക്ക് പോലും നിങ്ങൾ അതൊന്നും വാങ്ങിക്കൊടുക്കരുത് എന്നുള്ളതാണ്. അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത്, ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും തിരക്കിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് വെള്ളം കുടിക്കുന്ന കാര്യം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ടോക്സിൻസ് കാര്യങ്ങളൊക്കെ പുറന്തള്ളാനും നമ്മുടെ ശരീരം ലൈവായി നിർത്താനും നമ്മുടെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾക്ക് വെള്ളം അത്യാവശ്യമാണ്. അതുകൊണ്ട് ഹൈഡ്രേഷൻ, നമ്മുടെ ശരിയായ രീതിയിൽ ഹൈഡ്രേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അത് കഴിക്കുന്ന സമയത്ത് മറ്റ് കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ചെയ്യാം, മറ്റു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്, എത്രത്തോളം ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നുണ്ട്, എത്രത്തോളം അളവ് കഴിക്കുന്നതൊന്നും നമുക്കൊരു വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷണം ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കഴിച്ചെന്ന് വരാം. അപ്പോൾ അത്തരം ശീലങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണം എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാവാം, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാവാം, പക്ഷെ നമ്മൾ ആവശ്യത്തിന് മാത്രം കഴിക്കുക. നമ്മുടെ വയറ് നിറഞ്ഞു ഏകദേശം 80% ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഭക്ഷണത്തിനോട് നോ പറയാൻ വേണ്ടി നമ്മൾ പഠിക്കണം. നമുക്ക് ഇഷ്ടമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഓവർ ഈറ്റിംഗ്, ആ ഒരു ശീലം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മുടെ മീൽസ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഡോണ്ട് സ്കിപ്പ് യുവർ മീൽസ്. നമുക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ആ കറക്റ്റ് സമയത്ത് കഴിക്കേണ്ടത് കഴിക്കുക. സ്കിപ്പ് ചെയ്യരുത്. ചില ആളുകളൊക്കെ വെയിറ്റ് കുറക്കാൻ വേണ്ടി ഭക്ഷണം സ്കിപ്പ് ചെയ്യും. പക്ഷെ ഒരിക്കലും ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. ഭക്ഷണത്തിന്റെ അളവ് നിങ്ങൾക്ക് കുറക്കാം. നിങ്ങൾക്ക് ആവശ്യമായ കലോറി അടങ്ങിയ ഭക്ഷണം മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭക്ഷണം ഒരു വിധത്തിലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷുഗർ, സാൾട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കാൻ.
ഇത് നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും കുട്ടികൾ കഴിക്കുന്ന മിഠായി മുതൽ നമ്മൾ കഴിക്കുന്ന എല്ലാത്തിലും മധുരമുള്ള എല്ലാത്തിലും ഇതിലുള്ള നമുക്ക് നമ്മുടെ ശരീരത്തിന് വളരെ ഹാനികരമായിട്ടുള്ള ആഡഡ് ഷുഗർ ഉണ്ടാവും. ഈ ഒരു ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ പാനീയങ്ങൾ എന്തുമായിക്കോട്ടെ അത് പരമാവധി ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രേവിങ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചിപ്സിനോടോ മറ്റോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്ഷണത്തിനോട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് പകരം എന്തെങ്കിലും ആ ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് അതിന് റീപ്ലേസ് ചെയ്ത് മറ്റെന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ചിപ്സ് കഴിക്കാൻ വേണ്ടി വളരെ ഒരു ടെംപ്റ്റേഷൻ വരികയാണ്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും നട്ട്സ് കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ എന്തെങ്കിലും ഒരു വളരെ ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും നമുക്ക് കുടിക്കാം. ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ ഈ ടെംപ്റ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്കറിയാം ഒരുപാട് വെൽത്ത് ഉണ്ടായിട്ട് കാര്യമില്ല, മറ്റു ഒരുപാട് സംഭവങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഹെൽത്ത് ഈസ് ദ റിയൽ വെൽത്ത്. ശരിയായ വെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. അതുകൊണ്ട് അത് സംരക്ഷിക്കുക. അത് സംരക്ഷിക്കാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ആരോഗ്യപരമായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് രശ്മി വീണ്ടും കാണാം. താങ്ക് യു.